നടിയും അവതാരകയുമായ പേളിമണി തനിക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തുവന്നു. CGP വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പ്രതികരണം വലിയ ചർച്ചകൾക്ക് കാരണമായിരുന്നു. ഒരു ലക്ഷ്യവും ഒരു ജീവനേക്കാൾ വലുതല്ലെന്നും ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവിടെ നിന്നും വിദ്യാർത്ഥികൾ മടങ്ങിപ്പോകണമെന്നും പേളി കുറിച്ചിരുന്നു. കൂടാതെ തനിക്ക് ഇഷ്ടപ്പെട്ട നിറം കാവ്യാണെന്നും തനിക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞതും താരത്തിനെതിരെ സോഷ്യൽ മീഡിയ പ്രതികരണം ശക്തമാക്കാൻ കാരണമായിരുന്നു. വിദ്യാർത്ഥികൾ ജീവൻ അപകടത്തിലാക്കി സമരം ചെയ്യരുതെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ സമരം നിർത്തണമെന്നല്ല. ട്രാൻസ്പെറന്റായ വിദ്യാഭ്യാസ വ്യവസ്ഥയും ന്യായമായ അവസരങ്ങളും ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും പേളി വ്യക്തമാക്കുന്നു. താൻ എഴുതാത്ത വ്യാഖ്യാനങ്ങൾ ചേർത്ത് തന്റെ പോസ്റ്റിനെതിരെ കടുത്ത വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉയർന്നത് മാനസികമായി തളർത്തിയെന്ന് പേളി പറയുന്നു. ഇന്ത്യൻ ദേശീയ പതാകയിലാണ് താൻ കാവിനിറം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വ്യക്തമാക്കിയ പേളി എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും തനിക്ക് സുഹൃത്തുക്കളുണ്ടെന്നും ഒരു പ്രത്യേക പാർട്ടിയെയും ഭാഗമല്ലെന്നും പറഞ്ഞു. തന്റെ യഥാർത്ഥ കുറിപ്പ് നോട്ട്പാഡിൽ എഴുതിയ ശേഷം ക്യാൻവ ഉപയോഗിച്ചാണ് ഡിസൈൻ ചെയ്തതെന്നും അതിൽ കാവിനിറം വന്നത് പ്രത്യേകം ശ്രദ്ധിച്ചില്ലെന്നും അവർ പറഞ്ഞു. അതിനെ ചൂണ്ടിക്കാട്ടി ജോസിബി മലയിൽ ഈ നിറം കണ്ടാൽ തന്നെ നിങ്ങൾ ഏതു പാർട്ടിയുടെ കൂടെയാണെന്ന് മനസ്സിലായെന്നും തരത്തിൽ പ്രതികരിച്ചതായും പേളി ആരോപിച്ചു. അവരെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത്തരം പ്രതികരണം മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലും ദേഷ്യത്തിലും രാത്രി ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവെക്കുകയും എന്നാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതോടെ മിനിറ്റുകൾക്കകം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. സ്റ്റോറിയിൽ വിമർശിച്ച വ്യക്തിയെ ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിശേഷിപ്പിച്ചത് വലിയ തെറ്റായി. അതിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നുവെന്നും പേളി പറഞ്ഞു. പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ സാറിനെ കുറിച്ച് താൻ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും താൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണെന്നും പേളി കൂട്ടിച്ചേർത്തു. താനൊരു പൊതു വ്യക്തിയായതിനാൽ പറയുന്ന ഓരോ വാക്കിനും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും താരം പറഞ്ഞു. തന്റെ വാക്കുകളോ പോസ്റ്റുകളോ കാരണം ആർക്കെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ക്രിയാത്മകമായ വിമർശനങ്ങളും അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും തെറ്റുകൾ തിരുത്തി കൂടുതൽ നല്ലൊരു വ്യക്തിയാകാൻ ശ്രമിക്കുന്നുവെന്നും പറഞ്ഞാണ് പേളി വീഡിയോ അവസാനിപ്പിച്ചത്.